ആ ആക്ച്വലി ഈ സ്ട്രോക്ക് എന്ന് പറഞ്ഞാലേ പല ആൾക്കാർക്കും അങ്ങോട്ട് കത്തുന്നില്ല എന്താ സംഭവം എന്നുള്ളത്. നമ്മൾ ചില ആളുകൾ പറയും ബ്ലഡ് ക്ലോട്ട് ആയതാണെന്ന് പറയും, ചില ആൾക്കാർ പറയും ബ്ലോക്ക് ആയതാണെന്ന് പറയും, ചില ആൾക്കാർ പറയും എന്താ സർക്കുലേഷൻ കുറഞ്ഞതാണെന്നോ, ഇങ്ങനെയൊക്കെ ആൾക്കാർ പറയാറുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പം ഞാൻ പറയാറുള്ളൊരു എക്സാമ്പിളാണ് ഞാനിപ്പോൾ പറയുന്നത്. ഈ നമുക്ക് ഈ തലച്ചോറിൻ്റെ ഒരു നെൽപ്പാടമായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, നെൽപ്പാടം. അപ്പോൾ ഈ നെൽപ്പാടത്തിൽ കൂടെ അതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ കണ്ടിട്ടില്ലേ, ഒരു 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 വെള്ളം പോകാനുള്ള ഒരു ചാലുണ്ടാവും. നല്ലപോലെ നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ മാത്രമല്ല പാടത്തിൻ്റെ അകത്തും വെള്ളം ഉണ്ടാവും. അപ്പോൾ ആ പാടത്തിൽ നല്ല പച്ച നിറത്തിലത്തെ നമ്മുടെ നെല്ലുകൾ, നെല്ലിൻ്റെ ചെടികളൊക്കെ ഇങ്ങനെ നല്ല നല്ല രീതിയിൽ വളർന്നു നിൽക്കുന്നത് കാണാൻ പറ്റാറുണ്ട്. സപ്പോസ് ആ ഒഴുകുന്ന ചാലിൽ കൂടെയുള്ള വെള്ളം ആരെങ്കിലും തടഞ്ഞെന്ന് വെച്ചോ. അപ്പോൾ അതുവഴി ആ ചാലിൽ കൂടെ ഒഴുകുന്ന വെള്ളം തടഞ്ഞു, അതിലേക്ക് ഡൈവേർട്ട് ചെയ്ത് വേറെ വഴിക്ക് വിട്ടു. അപ്പോൾ പിന്നെ അതുവഴി വെള്ളം ഒഴുകുന്നില്ല. അപ്പം എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുവഴി വെള്ളം ഒഴുകാത്തതുകൊണ്ട് അവിടുത്തെ നിലങ്ങളൊക്കെ ഡ്രൈ ആകും. അപ്പം അതുകൊണ്ട് തന്നെ ആ പാടത്തിൻ്റെ അകത്തുള്ള വെള്ളം ഉണങ്ങിപ്പോവും. അത് കഴിഞ്ഞിട്ട് ചെടികൾ ഡാമേജ് ആകും, ചെടികൾ കേടായിപ്പോവും. ഇതുപോലെ തന്നെ ആ തലച്ചോറിലേക്കുള്ള ആ സ്ട്രോക്കിൻ്റെ പ്രശ്നം, അതായത് തലച്ചോറിൻ്റെ പല ഭാഗങ്ങളിലും എല്ലാ ഭാഗങ്ങളിലും കൂടെ രക്തം ഒഴുകുന്നുണ്ട് ഈ ചാല് പോലെ. അപ്പം ഏതെങ്കിലും ഒരു ചാലിൽ അല്ലെങ്കിൽ ഒരു രക്തക്കുഴലിൽ രക്തം നിന്ന് പോയാൽ അല്ലെങ്കിൽ അടഞ്ഞു പോയാൽ അഥവാ ബ്ലോക്കായാൽ ആ ബ്ലോക്കിൻ്റെ അപ്പുറത്തേക്ക് രക്തം ഒഴുകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങോട്ടാണോ ആ രക്തം എത്തേണ്ടത് അവിടെയുള്ള ആ തലച്ചോറ് ഓക്സിജനും എനർജിയും ഒന്നും കിട്ടാതെ ഡാമേജായി കേടായി പോകും. ആ ഉണങ്ങി വരേണ്ട പാടം പോലെ. ഇങ്ങനെയാണ് ഞാൻ പറയാറുള്ളത്.